റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന റിപ്പോർട്ട്. IPS ഉദ്യോഗസ്ഥരടക്കം വീഴ്ചയുണ്ടായി എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിട്ടും മുൻകരുതലുകൾ എടുത്തില്ല. സ്ഥലത്തുണ്ടായിരുന്നത് ജൂനിയറായ IPS ഉദ്യോഗസ്ഥൻ മാത്രം. ചുമതല നൽകിയിട്ടും റേഞ്ച് DIG നേരിട്ടെത്തിയില്ല. വാഹനം പുറത്തിറക്കുമ്പോൾ ഇരുവശങ്ങളിലും സുരക്ഷ തീർത്തില്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട്. സംഘർഷം ആസൂത്രിതമാണെന്ന് ഡയറക്ടറേറ്റിന് EDയും റിപ്പോർട്ട് നൽകി. അതേസമയം അക്രമങ്ങളിൽ ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. ഹരിമോഹനുണ്ട്, ഒപ്പം ശരണുമുണ്ട്. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ഹരി, വളരെ നിർണായകമായ റിപ്പോർട്ടാണ്. നമ്മൾ ഇന്നലെ കരുതിയിരുന്നത് തന്നെയാണ്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. നമ്മുടെ ആ ദൃശ്യങ്ങളിൽ പോലും ആ വീഴ്ചയുണ്ട്. ഒരാൾക്കൂട്ടത്തിന് നടുവിലേക്ക് ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ ഇറക്കി വിടുകയായിരുന്നു. ആ സമയത്ത് വൈകാരികമായി പ്രതികരിച്ചിരുന്ന ആൾക്കൂട്ടം EDയുടെ വാഹനം തടയുന്നു, EDയുടെ വാഹനം ആക്രമിക്കുന്നു, ചില്ലുകൾ തകർക്കുന്നു, അതിനുള്ളിലുള്ളവർക്ക് പരിക്കേൽക്കുന്നു. ഇപ്പോൾ 11 വകുപ്പുകൾ ചുമത്തി പോലീസ് ആ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുന്നു. പക്ഷേ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നതിൽ, അവർക്കൊരു സേഫ് പാസേജ് ഒരുക്കി കൊടുക്കാഞ്ഞതിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച സംഭവിച്ചു എന്നാണോ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്? ഹരി. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച തന്നെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള സ്ഥലത്താണ്, ഈ സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ വീടാണ്. ഇവിടെ നിന്ന് ഇന്നലെ ഈ ED ഉദ്യോഗസ്ഥരുടെ 3 വാഹനങ്ങൾ പുറത്തേക്കിറങ്ങുന്ന ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം തടുക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അതായത് ഈ ഗേറ്റിന് മുൻപിൽ പോലീസുകാർ ഒക്കെ തന്നെ നിലയുറപ്പിച്ചിരുന്നു ഇന്നലെ. പക്ഷേ ഈ വാഹനം ഇറങ്ങുന്ന സമയത്ത് പ്രവർത്തകർക്ക് ചുറ്റും പോലീസ് ഒരു റിങ് പോലെ തീർത്തുകൊണ്ട് ആ വാഹനത്തെ പുറത്തേക്ക് കടത്താനുള്ള ഒരു നീക്കം അത് ഉണ്ടായില്ല. പ്രവർത്തകർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വാഹനത്തിൽ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇഷ്ടിക അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാൻ കഴിഞ്ഞു. പോരാത്തതിന് കൈ ഉപയോഗിച്ച് പോലും ചില്ല് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തകർക്ക് ആ വാഹനത്തിൽ നേരിട്ട് ആക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർ, അതായത് പ്രധാനമായിട്ടും ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് അവധിയിലായിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ ആ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ പകരം ചുമതല നൽകിയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം റേഞ്ച് DIG ആയിട്ടുള്ള ഹിമേന്ദ്രനാഥിനാണ്. പക്ഷേ ഹിമേന്ദ്രനാഥ് സ്ഥലത്തേക്ക് പോലും എത്തിയില്ല. ആകെ ഉണ്ടായിരുന്നത് 5 വർഷത്തിൽ താഴെ വളരെ ജൂനിയറായി മാത്രം പ്രവർത്തിച്ച് പരിചയമുള്ള, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളെയാണ് നിയോഗിക്കാറുള്ളത്. പക്ഷേ 5 വർഷത്തിൽ താഴെ മാത്രം പ്രവർത്തന പരിചയമുള്ള DCP ആണ്. അപ്പോൾ DCP മാത്രമാണ് ഒരു IPS ഉദ്യോഗസ്ഥനായി സ്ഥലത്തുണ്ടായിരുന്നത്. പിന്നീടുണ്ടായിരുന്നത് മറ്റു ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയസമ്പന്നരായ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഉണ്ടാകേണ്ടിയിരുന്നു. അത്തരം സാഹചര്യത്തിൽ ഇവിടെ അങ്ങനെ ഒരു വിന്യാസം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വീഴ്ച. അപ്പോൾ ഇതിന് രാവിലെ തന്നെ, അതായത് ഇന്നലെ രാവിലെയോടുകൂടി തന്നെ 6 മണിയോടുകൂടി തന്നെ റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആ 6 മണിക്ക് റെയ്ഡ് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പ്രവർത്തകർ ഇങ്ങോട്ട് വന്നു തുടങ്ങി. 9 മണി ആയപ്പോഴേക്കും നേതാക്കളൊക്കെ തന്നെ വന്നു തുടങ്ങി. അപ്പോൾ ഒരു സംഘർഷ സാധ്യത കണ്ണൂരിലേക്ക് വെച്ച് സമാനമായ ഒരു സംഘർഷ സാധ്യത ഇവിടെയും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഈ മുൻകരുതലുകൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ പ്രവർത്തകർക്ക് ആക്രമണത്തിനുള്ള സൗകര്യം പോലെ പോലീസിന്റെ ഇത്തരത്തിലൊരു മുൻകരുതലും സ്വീകരിക്കാത്ത നടപടി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് ആ റിപ്പോർട്ട് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു പക്ഷേ വകുപ്പ് തല നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി നീണ്ടാലും വലിയ അത്ഭുതമില്ല ആരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഗുരുതര വീഴ്ചയെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസിന്റെയും റിപ്പോർട്ട്. ശരൺ നമുക്കിപ്പം. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ശരൺ, ഇന്നലെ ശരണാണ് EDയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ആദ്യം ബ്രേക്ക് ചെയ്തത്. ഏറ്റവും ഒടുവിൽ EDയുടെ ഒരു പ്രസ് റിലീസിൽ ഈ അന്വേഷണം തുടരുമെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. 18 കോടിയിലധികം രൂപ CMRLന്റെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ വീണ ടിയുടെ 1.5 ലക്ഷം രൂപ HDFC ബാങ്കിലുള്ള 1.5 ലക്ഷം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മുന്നോട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? വീണ ടി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, നമ്പർ 1. കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. നമ്പർ 3, ഈ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കോഴ വാങ്ങിയ നേതാക്കളിലേക്കും അന്വേഷണം നീളും എന്ന സൂചനയാണോ ഇന്നലെ EDയുടെ പ്രസ് റിലീസിലുള്ളത്? ശരൺ, ഇപ്പോൾ ED പ്രാഥമികമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ
തിരുവനന്തപുരത്ത് നടന്നത് ആസൂത്രിതമായ ആക്രമണം എന്നാണോ അവർ കരുതുന്നതും? ശരൺ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലത്തെ റെയ്ഡിന് പിന്നാലെ 8 മണിക്കൂർ നീണ്ട റെയ്ഡാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 10 ഇടങ്ങളിലാണ് റെയ്ഡുകൾ നടത്തിയിരുന്നത്. ആ റെയ്ഡിന് പിന്നാലെ ഇന്നലെ രാത്രി ഒരു വാർത്താക്കുറിപ്പ് അവർ ഇറക്കിയിരുന്നു. അതിലാണ് 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ആ വിവരം പുറത്തുവിടുകയും ചെയ്തിരുന്നത്. അതിന് മുൻപ് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നതാണ് വീണ ടിയുടെ അക്കൗണ്ടും മരവിപ്പിച്ചു എന്നുള്ളത്. അത് HDFC ബാങ്കിലെ അക്കൗണ്ടാണ്, 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റെയ്ഡുകൾ നടക്കുമ്പോൾ ഈ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീടിന് മുന്നിലുണ്ടായ സംഘർഷം നമ്മൾ കണ്ടിരുന്നതാണ്. ഉദ്യോഗസ്ഥർ റെയ്ഡുകൾ പൂർത്തിയാക്കി മടങ്ങുന്ന വേളയിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. 3 വാഹനങ്ങൾ തകർത്തിട്ടുണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. എന്തായാലും ഈ സംഘർഷം നടക്കുമ്പോൾ തന്നെ, ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഡയറക്ടറേറ്റിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടാണ് കൊച്ചി സോണൽ ഓഫീസിൽ നിന്ന് അവിടേക്ക് കൈമാറിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത് പെട്ടെന്നുണ്ടായ പ്രകോപനമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ആക്രമണമോ അല്ല എന്നുള്ളതാണ്. മറിച്ച് ഇവിടെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ആസൂത്രിതമായ ഗൂഢാലോചനയ്ക്ക് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നതെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 3 വാഹനങ്ങളാണ് തകർത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും CRPF ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ വലിയ ആക്രമണം CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴും തങ്ങൾ സംയമനം പാലിക്കുകയാണ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് അവരോട് തട്ടിക്കയറുകയോ മറ്റും ഒന്നും ചെയ്തില്ല. മറിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയാണ് ചെയ്തത്. അങ്ങനെ പരാതി നൽകിയതിന് പിന്നാലെ ഇപ്പോൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടിയാണ് ED അറിയിക്കുന്നത്.